Dalgona coffee ready ആയിട്ടുണ്ട് നല്ല അടിപൊളി ക്രീമി ടെക്സ്ചർ നമ്മൾ ഇതിന്റെ മുകളിൽ ഇട്ടു ഓക്കേ നമ്മുടെ Dalgona coffee ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് ഓക്കേ നമുക്ക് ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് സ്പൂൺ ഇട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്താണ് കഴിക്കുന്നത് നമുക്ക് സ്പൂൺ ഇട്ട് മിക്സ് ചെയ്ത് നന്നായി ഇളക്കി കഴിക്കാം നമ്മുടെ Dalgona coffee ആണ് നന്നായിട്ട് അതിട്ട് ഇളക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നല്ല കോഫി ആയി അപ്പോൾ ഇത് കുടിച്ച് നോക്കുകയാണ് coffee lovers in the Tircha distributor, Namada cappuccino decorative taste. Allah Talaka Allah Tanata Pal in that creamy mixer at Talaka, divoli taste. Kaipa Korchan number 3 another. Okay, and then a good children can go on. Elarim and Kaipa Rigona. A divoliana, Kaiponula, Mulakanga Gudigiana. അടിപൊളി കോഫിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം കിടു എന്ന് വെച്ചാൽ കിടു ട്രൈ ചെയ്യുക ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സഞ്ചാരി ട്രാവൽ വേൾഡ് നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഏറ്റവും മോസ്റ്റ് ട്രെൻഡിങ്ങും വൈറലായിരിക്കുന്ന ഒരു വീഡിയോ ആണ് Dalgona coffee അപ്പോൾ ആ കോഫി എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അതിന് ഭയങ്കര കയ്പാണെന്നുള്ള പരാതികളൊക്കെ ഉണ്ട് എന്നാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കയ്പില്ലാത്ത Dalgona കോഫിയാണ് Dalgona ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൊറിയയിൽ നിന്ന് വന്നൊരു സംഭവമാണ് കൊറിയയിലെ ഒരു ആക്ടറാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോഫിക്ക് Dalgona എന്നൊരു പേര് കൊടുത്തത് ഇതൊരു കൊറിയൻ സ്വീറ്റ് ആണ് ഓക്കെ നമ്മളിത് ശരിക്കും കോഫി ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് സാധാരണ കോഫി ഇഷ്ടപ്പെടുന്നവർക്ക് കയ്പാണ് ഇഷ്ടം Dalgona കോഫിക്ക് ചെറിയ കയ്പുണ്ട് എന്നാൽ ഇത് കയ്പില്ലാത്ത രീതിയിൽ ഉള്ളൊരു റേഷ്യോ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഒരു ഗ്ലാസ് പാൽ വേണം അപ്പോൾ പാൽ ഞാനിവിടെ തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത് ചൂട് പാലിൽ നമുക്ക് ഉണ്ടാക്കാം തണുത്ത പാലിൽ ഉണ്ടാക്കാം ഓക്കെ തണുത്ത പാൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുപോലെ നെസ്കഫെ ഇല്ലെങ്കിൽ ബ്രൂ കോഫി ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ 2 സ്പൂൺ ചൂടുവെള്ളം വേണം 4 സ്പൂൺ പഞ്ചസാര വേണം 2 സ്പൂൺ നെസ്കഫെ വേണം സാധാരണ എല്ലാവരും Dalgona കോഫിക്ക് എല്ലാം സെയിം റേഷ്യോ ആണ് എടുക്കുന്നത് എത്ര സ്പൂൺ കോഫി പൗഡർ എടുത്തോ അത്രയും സ്പൂൺ പഞ്ചസാരയും അത്രയും സ്പൂൺ ചൂടുവെള്ളമൊക്കെയാണ് സാധാരണ ചേർക്കുന്നത് എന്നാൽ നമ്മളിവിടെ അതിന് വിപരീതമായിട്ട് കയ്പില്ലാത്ത രീതിയിൽ കാണിക്കുകയാണ് ഓക്കെ കയ്പില്ലാതെ നമുക്ക് എങ്ങനെ എടുക്കാമെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പം നമുക്ക് ചൂടുവെള്ളം പഞ്ചസാര നെസ്കഫെ പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് വേണം തണുത്ത കോഫി ഇഷ്ടമുള്ളവർക്ക് ഐസ് ക്യൂബ്സ് ഇടാം ഇല്ലെങ്കിൽ ചൂട് പാൽ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഐസ് ക്യൂബ്സ് അവിടെ ആവശ്യം വരത്തില്ല ഓക്കെ നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം ഇപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഈ ബൗളിലേക്ക് നമ്മൾ ആദ്യം കോഫി പൗഡറാണ് ഇടാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ നെസ്കഫെ 2 സ്പൂണാണ് ചേർക്കാൻ പോകുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ സാധാരണ എല്ലാവരും 4 സ്പൂണാണ് ചേർക്കുന്നത് പക്ഷേ ഞാനിവിടെ 2 സ്പൂണാണ് നെസ്കഫെ അല്ലെങ്കിൽ ബ്രൂ ആണെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഒന്ന് ഇൻസ്റ്റൻറ്റ് കോഫീസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എങ്കിലേ അതിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇപ്പോൾ 2 സ്പൂൺ കോഫി ഇട്ടു ഇനി നമ്മൾ അതേ സ്പൂൺ വെച്ച് തന്നെ അതേ അളവിൽ തന്നെയാണ് നമ്മൾ പഞ്ചസാര എടുക്കുന്നത് 2-ന് 4 സ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ ഞാൻ ഇടുന്നത് 4-ഓ 5-ഓ ഇട്ടാലും കുഴപ്പമില്ല കയ്പ് മാറി കിട്ടും ഇനി നമ്മൾ ചൂടുവെള്ളമാണ് മുമ്പേ എടുത്ത അതേ സ്പൂണിൻ്റെ അളവിൽ നമ്മളൊരു 2 സ്പൂൺ ചൂടുവെള്ളമാണ് ചേർത്തത് ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇലക്ട്രോണിക് ബീറ്റർ വെച്ച് എടുക്കുന്നതാണ് നമുക്ക് നല്ലത് അതാകുമ്പോൾ ഒരു 5 മിനിറ്റ് ചെയ്താൽ മതി കൈ കൊണ്ട് നമുക്ക് സ്പൂൺ വെച്ച് ചെയ്യാം പക്ഷേ ഒരു 10 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് അടിച്ചു കൊടുക്കണം കാരണം ഇതാണ് Dalgona കോഫിയുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്രീമാണ് ഈ ക്രീം നമുക്കൊരു പേസ്റ്റ് ഒരു ഫ്ലഫി പരുവായി തീരണം അതാണ് നമ്മൾ പാലിൻ്റെ മുകളിൽ ഒഴിച്ച് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ മെയിൻ ഘടകം ഇതാണ് അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം നമുക്ക്
ഓക്കെ, അപ്പം നമ്മുടെ ഡാൽഗോണ കോഫിയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മുമ്പേ നമ്മൾ അടിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് നല്ല ഡാർക്ക് ചോക്ലേറ്റ് കളറായിരുന്നു. അതിൽ നിന്ന് ഈ ഒരു മഞ്ഞ കളറ് ഈ ഒരു പേസ്റ്റ് രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇപ്പോൾ അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് പറ്റിയൊരു പോരായ്മ പറയാം. ഇതിനകത്ത് പഞ്ചസാര ഇട്ടുകൊണ്ട് അതിൻ്റെ തരി നന്നായിട്ട് കിടപ്പുണ്ട്. ശരിക്കും ഒരു 15 മിനിറ്റെങ്കിലും ഇത് അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ പഞ്ചസാര പൊടിച്ച് നമ്മൾ ഇടുവാണെങ്കിൽ 5 മിനിറ്റ് അടിച്ചാൽ മതി. പിന്നീട് വേറൊരു കാര്യം കൂടെ, കോഫി ലവേഴ്സിന് കയ്പ്പ് ഇഷ്ടമാണ്. ഇനി കയ്പ്പ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇപ്പം ഞാൻ 4 അല്ലെങ്കിൽ 5 സ്പൂൺ പഞ്ചസാര പറഞ്ഞെടുത്ത് അതിന് ഡബിൾ ചേർത്താൽ ഇത് കയ്പ്പില്ലാതെ നമുക്ക് എടുക്കാൻ സാധിക്കും. ചെറിയ കയ്പ്പ് ഇഷ്ടമുള്ളവർക്ക് 4 മുതൽ 5 സ്പൂൺ വരെ പഞ്ചസാര ഇട്ടാൽ മതി. എന്നാൽ കയ്പ്പ് ഇഷ്ടമില്ല, മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിന് ഡബിൾ ചേർക്കുക. 8 or 10 സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് അടിച്ചെടുക്കുക. കാരണം പൊടിച്ചതാകുമ്പോൾ പെട്ടെന്ന് ഇതിനോടത്ത് മിക്സ് ആവും. അപ്പം പൊടിച്ചതല്ല ഞാൻ എടുത്തത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയൊരു തരി ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നല്ല ക്രീമി ടെക്സ്ചറായിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഫ്ലഫി പരുവാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുക്കുക. ഇലക്ട്രോണിക് ബീറ്ററാണ് നല്ലത്. കൈ കൊണ്ട് അടിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഇതൊന്ന് ഇതായിട്ട് വരാൻ വേണ്ടി. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഇതിന്ന് കോഫിയായിട്ട് എടുക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ തണുത്ത പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഐസ് ക്യൂബ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇടാൻ പോവാണ്. അതിൻ്റെ 3/4 ഭാഗമേ പാലൊഴിക്കത്തുള്ളൂ നമ്മൾ. ബാക്കി നമ്മൾ ഈ ഒരു ക്രീമി ടെക്സ്ചറാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഗ്ലാസിൻ്റെ ടോപ്പ് വരെ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡാൽഗോണ കോഫി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ക്രീമി ടെക്സ്ചർ നമ്മളിതിൻ്റെ മുകളിൽ ഇട്ടു. ഓക്കെ, നമ്മുടെ ഡാൽഗോണ കോഫി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഓക്കെ, നമുക്കിത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് സ്പൂണിട്ട് നമ്മളിത് മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. നമുക്ക് സ്പൂണിട്ട് മിക്സ് ചെയ്ത് നന്നായി ഇളക്കി കഴിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കയ്പ്പ് ഇഷ്ടമുള്ളവർ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. കയ്പ്പ് ഇഷ്ടമില്ലാത്തവർ പഞ്ചസാര നന്നായിട്ട് ആഡ് ചെയ്യുക. പിന്നെ പഞ്ചസാര പൊടിച്ചെടുക്കുക, നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ കയ്പ്പില്ലാതെ നല്ലൊരു കോഫി, ഡാൽഗോണ കോഫി നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്.